പുരോഗമനം തലയ്ക്ക് പിടിച്ചാൽ മാതാപിതാക്കൾ പോലും ചെറ്റകളോ? നമ്മുടെ കുട്ടികളുടെ പോക്ക് എങ്ങോട്ടാണ്? കോളേജിലെ ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരമായിട്ടും വീട്ടിൽ കാണാതെ പെൺകുട്ടികളുമൊത്ത് കറങ്ങുന്ന ബിരുദന്മാരെ നാട്ടുകാരിൽ ചിലർ ചോദ്യം ചെയ്യുകയുണ്ടായി. അതിനെ തുടർന്ന് കോളേജിലെ കുട്ടികൾ കൂട്ടം ചേർന്ന് നാട്ടുകാർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന ഈ വീഡിയോ കാണുക. കിളിനക്കോട് മലബാർ കോളേജിൽ നടന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിൽ ഉള്ളത്. തങ്ങളുടെ ദുർനടപ്പിനെ ചോദ്യം ചെയ്തതിനെതിരെ വിദ്യാർത്ഥികൾ നടത്തിയ പ്രകടനത്തിൽ ചെറ്റകൾ എന്ന് അവർ വിളിക്കുന്നത് അവരുടെ സ്വന്തം നാട്ടുകാരെ തന്നെയാണ്. അതിൽ അവരുടെ അച്ഛനമ്മമാർ ഉണ്ടാകാം, സഹോദരങ്ങൾ ഉണ്ടാകാം, ബന്ധുജനങ്ങളും ഗുരുജനങ്ങളും ഉണ്ടാകാം. പുരോഗമനം തലയ്ക്ക് പിടിക്കുമ്പോൾ അവർക്കാർക്കും മുതിർന്നവരുടെ തിരുത്തലുകളെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. എന്ന് മാത്രമല്ല, അവരെ തിരുത്തിയവരെ ചെറ്റകൾ എന്ന് വിളിച്ച് അവർ ആക്ഷേപിക്കുകയും ചെയ്യുന്നു. യൂറോപ്പിലെ പോലെ ഇവിടെയും കുട്ടികളുടെയും യുവതി യുവാക്കളുടെയും തെറ്റുകൾ തിരുത്താനോ അവരെ ശകാരിക്കാനോ പോലും പാടില്ല എന്ന സംസ്കാരം ചിലർ മനഃപൂർവ്വം വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ നാളുകളിൽ കേരളത്തിൽ ചിലയിടങ്ങളിൽ കണ്ടതുപോലെ ക്യാമ്പസുകളെ ചില പുരോഗമന പ്രസ്ഥാനക്കാർ പരോക്ഷമായി സ്വവർഗപ്രണയം അടക്കമുള്ള അസ്വാഭാവിക ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സ്ഥലമായി പോലും മാറ്റാൻ ശ്രമിക്കുന്നു. ഒപ്പം തന്നെ ഇക്കൂട്ടർ കോളേജുകളിൽ പഠിക്കാൻ വരുന്ന കുട്ടികളെ ചില പ്രത്യേക പ്രണയക്കെണിയിൽ വീഴ്ത്താനുള്ള ഏജന്റുമാരെ പോലെയും പ്രവർത്തിക്കുന്നുണ്ട്. കോളേജുകളിൽ പഠിക്കാൻ വരുന്ന കുട്ടികളെ പരസ്പരം പ്രണയിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ഇക്കൂട്ടർ ഇടനിലക്കാരായും പ്രവർത്തിക്കുന്നു. നമ്മുടെ കുട്ടികൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ വൻ വിപത്തിനെക്കുറിച്ച് കേരളത്തിലെ എല്ലാവരും ജാഗ്രത പാലിച്ചില്ലെങ്കിൽ കൂടുതൽ വലിയ അപകടങ്ങളിലേക്ക് നമ്മുടെ യുവജനങ്ങൾ നയിക്കപ്പെട്ടേക്കാം. സ്വന്തം മക്കളെ കൊണ്ട് തന്നെ അവരുടെ മാതാപിതാക്കളെ ചെറ്റകളെ എന്ന് വിളിപ്പിക്കുന്ന ആശയധാരകളെ അകറ്റി നിർത്താൻ നമുക്ക് കഴിയട്ടെ.